ഹലോ പൊടിയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിലേക്ക് കുറച്ച് പർച്ചേസിന് പോയതാണ്. അപ്പോഴാണ് ഇങ്ങനൊരു സാധനം അവിടെ കടയിലിരിക്കുന്നത് കണ്ടത്. അപ്പോഴേ പോക്കി ഷോപ്പിങ്ങിനൊക്കെ പോയ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. വന്നിട്ട് ഞാൻ കിടന്നൊന്ന് ഉറങ്ങി എണീറ്റപ്പോൾ അപ്പുകൂട്ടനും നന്ദുകൂട്ടനും അപ്പോഴും തന്നെ പാനിപ്പൂരി വേണം. അങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് പാക്കറ്റൊക്കെ പൊട്ടിച്ച് വന്നപ്പോഴത്തേക്ക് ചേട്ടൻ വന്നിട്ട് പറഞ്ഞു നമുക്കിന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചു. പിന്നെ ഇത് രാവിലെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ബാക്കിയൊക്കെ പൊട്ടിച്ച പാക്കറ്റൊക്കെ അങ്ങ് എടുത്ത് വെച്ചു. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അപ്പുക്കുട്ടൻ ഇത് കഴിച്ചിട്ട് അപ്പുക്കുട്ടൻ പോകും. അങ്ങനെ ഞാൻ അടുപ്പത്ത് എണ്ണ ചൂടാക്കാൻ വെച്ചു. എണ്ണ ചൂടായപ്പോഴത്തേക്ക് ഓരോ പാനിപ്പൂരിയായിട്ട് എടുത്തിട്ട് അതിൻ്റെ പുറത്ത് എണ്ണ തേവി പൊരിച്ചെടുത്തു. നല്ല രസമാണ് കേട്ടോ അത് പൊരിച്ചെടുക്കാനായിട്ട്. ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ സ്പൂണിൽ ആ എണ്ണ കോരി അതിൻ്റെ പുറത്ത് വീഴ്ത്തി കൊടുക്കണം. എങ്കിൽ മാത്രമേ നന്നായി പപ്പടം പോലെ പൊള്ളി വരുള്ളൂ. അങ്ങനെ പാനിപ്പൂരി എല്ലാം പൊരിച്ചു വെച്ചു. അപ്പോഴത്തേക്ക് ഞാൻ തക്കാളിയും കുറച്ച് സവോളയും കൂടെ അരിഞ്ഞ് വച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ റെഡിമെയ്ഡ് പാനിപ്പൂരി ആയതുകൊണ്ട് വേറെ പണിയൊന്നുമില്ല. ആകെ ഒരു പണിയെന്ന് പറയുന്നത് സവാളയും തക്കാളിയും കട്ട് ചെയ്തെടുക്കുന്നതും ഈ പൂരി പൊരിച്ചെടുക്കുന്നതും. വേറെ പണിയൊന്നുമില്ല. പിന്നെ 2-3 പാത്രങ്ങൾ എടുത്തിട്ട് ഓരോ പാക്കറ്റായി പൊട്ടിച്ചു കൊടുത്ത് ആദ്യം പുളി ഉള്ള ഒരു മിക്സ് നമ്മൾ ഉത്സവ പറമ്പിലൊക്കെ പോകുമ്പോൾ സാധാരണ കാണില്ലേ, ആ ഒരു സംഭവം തന്നെ. അപ്പം ആ പുളിയുടെ ഒരു സോസ് പൊട്ടിച്ച് കയറ്റി, പിന്നെ അതിന് ശേഷം നമ്മൾ ആ മാഗിയിലൊക്കെ ഉള്ള മസാല പോലത്തെ റെഡ് ചില്ലി മസാലയും വേറൊരു മസാലയും കൂടെ ഉണ്ട്, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ആ സംഭവങ്ങളെല്ലാം എടുത്ത് ഒഴിച്ച് വെച്ചു. അതിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തു. എൻ്റെ ഓരോ പാനിപ്പൂരിയായിട്ട് എടുത്തിട്ട് നടുക്ക് റൗണ്ട് ഇട്ടു. ഇനി എന്താ, നമ്മളെ സവോളയും തക്കാളിയും കൂടെയൊക്കെ ആ പൊട്ടിച്ച പാനിപ്പൂരിയുടെ അകത്തേക്ക് ഇടണം. എന്നിട്ട് എല്ലാത്തിനും ഓരോ സ്പൂൺ എടുത്ത് വെച്ച് സോസ് ഉണ്ടെങ്കിൽ സോസും കൂടെ വീട്ടിയിട്ട് കഴിക്കാം. അപ്പുക്കുട്ടൻ്റെ വായിൽ രാവിലെ ഓരോന്ന് വെച്ച് കൊടുത്തു. അവനെന്തായാലും ഇഷ്ടപ്പെട്ടു. ഇനി മക്കളെയൊക്കെ വിട്ടതിന് ശേഷം ബാക്കിയുള്ള പാനിപ്പൂരിയൊക്കെ പൊരിച്ച് ഞാനും കൂടെ ഒന്ന് കഴിക്കാമെന്ന് വെച്ചു. എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ. ഞാൻ ഉത്സവ പറമ്പിൽ പോയാൽ ആകെ കൂടി കഴിക്കുന്ന ഒരു ഫുഡാണ്. അങ്ങനെ എല്ലാമൊക്കെ പൊരിച്ചെടുത്തു. ഇനി എനിക്കിതിനൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ പ്രധാന ഉദ്ദേശം. പാനിപ്പൂരിയൊക്കെ ഫില്ല് ചെയ്തു. തക്കാളിയും സവോളയുടെ മിക്സൊക്കെ ചേർത്തു. എല്ലാം അടുത്തടുത്ത് വെച്ച് കൂടെ ഞാൻ സോസും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. മോനെ സ്കൂളിൽ വിടാൻ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് സോസ് വാങ്ങിച്ചു. ആ സോസും കൂടെ ചേർത്ത് ഞാൻ ഒന്നങ്ങ് കഴിച്ചു. മക്കളെ സൂപ്പറായിരുന്നു. അപ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വീടിനടുത്തുള്ള ഷോപ്പിലൊക്കെ കാണും. സംഭവം വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സംഭവം എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ പ്ലേറ്റ് കാലിയാക്കുന്ന അറിയില്ല. അങ്ങനെ ഇതിൽ കാണുന്ന എല്ലാ പാനിപ്പൂരിയും ഞാൻ ഒറ്റയ്ക്ക് തന്നെ തിന്നു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. പാനിപ്പൂരി ഇഷ്ടമായിട്ടുള്ളവരൊക്കെ അടുത്തുള്ള ഷോപ്പുകളിൽ പോയാൽ ഇങ്ങനെ പാക്കറ്റോടെ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്യണം. അടുത്ത വീഡിയോയുമായി കാണും വരെ ടാറ്റാ, ബൈ സീ യു. ബാക്കിയും കൂടെ ഞാൻ തന്ന് തീർക്കട്ടെ. ഇന്നൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഓക്കേ, ടാറ്റാ.